എനിക്ക് നിങ്ങളെ ഡോക്ടറെ കാണണം. സൂര്യ, അമ്മയും അച്ഛനും എന്നോട് ഇങ്ങനെ പെരുമാറുകയെന്ന് അറിയില്ല. താൻ എന്തിനാ അവരുടെ കാര്യത്തിൽ ഇങ്ങനെ സംശയിക്കുന്നത്? അവരെപ്പോഴാണോ തന്നോട് മുഷിഞ്ഞ് പെരുമാറിയിട്ടുള്ളത്? അവര് വേദനിച്ചിട്ടുണ്ട്. വേദന സഹിക്കാൻ പറ്റാതെ ആവുമ്പോ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. താൻ നോക്കിക്കോ അവരെങ്ങനെ പെരുമാറുന്നെന്ന്. മോനെ, ആ മോനെ. അമ്മേ, അച്ഛൻ എവിടെ അമ്മേ? അച്ഛൻ നീ കുളിക്കാൻ കയറിക്കുവാ. ആഹാ, അതെ, ഞങ്ങൾ മുത്തശ്ശിയുടെയും വരുണിന്റെയും രാധികയുടെയും കൂടെ അമ്പലത്തിൽ പോയി കുറെ വഴിപാടുകളൊക്കെ ചെയ്തു. പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് തനിച്ച് യാത്ര ചെയ്തു. ആഹാ, നന്നായി. യാത്രയൊക്കെ സുഖായിരുന്നു അമ്മ? പരമസുഖം. പ്രത്യേകത എന്താന്ന് ചോദിച്ചാ ആർക്കും ഒന്നും ആവശ്യമില്ല. വയറ് വിശക്കുമ്പോ 1-2 പിടി ചോറ് വേണം. അത് മിക്കവാറും അമ്പലത്തിലുണ്ടാവും, അല്ലെങ്കിൽ വഴിപാടായിട്ട് ആരെങ്കിലും വിളമ്പുന്നുണ്ടാവും. അല്ലാതെ ആളുകൾ തമ്മിൽ മത്സരമില്ല. ഒരാൾക്ക് മുൻപ് മറ്റൊരാൾക്ക് നടക്കണമൊന്നുമില്ല. വേറൊരു ലോകം. അമ്മേ, അമ്മയ്ക്കും അച്ഛനും നല്ല വിഷമമുണ്ടെന്നറിയാം. ഞാൻ ഇതുവരെ ചെയ്ത പ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോ അതുണ്ടാവുമല്ലോ. പക്ഷെ ഞാനിപ്പോ എന്നെ തിരുത്താൻ ശ്രമിക്കാം. സൂര്യക്കത് നന്നായിട്ടറിയാം. എനിക്കറിയാം മോളെ. നിനക്ക് വന്ന മാറ്റത്തെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ചില കാര്യങ്ങളൊക്കെ തിരിച്ചു വരാൻ കുറെ സമയമെടുക്കും. ഇത്രയും നാള് ചെയ്തുപോയ തെറ്റുകൾക്ക് അമ്മ എന്നോട് പൊറുക്കണം. മോളെ, മോളെ, ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ നടന്ന് പ്രാർത്ഥിക്കുമ്പോ അമ്മ പ്രാർത്ഥിച്ചത് മുഴുവൻ മക്കൾക്ക് വേണ്ടിയാ. കാരണം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ ഞങ്ങൾക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കാനാ? നിങ്ങളല്ലേ കാണാനുള്ളത്. വലിയ വലിയ ആഡംബരങ്ങളൊന്നും വേണ്ട മോളെ. ഇപ്പോ സൂര്യ നിന്നെ സ്നേഹിക്കുമ്പോ, നീ സൂര്യയെ സ്നേഹിക്കുമ്പോ നിനക്കൊരു സന്തോഷം തോന്നുന്നില്ലേ? ഉണ്ടമ്മേ, ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അത്രേ ഉള്ളൂ. 2 പിടി ചോറിൽ വിശപ്പ് തീരും. ഒരു പായ ഉണ്ടെങ്കിൽ ഉറക്കവും തീരും. എന്നിട്ടാ വലിയ വലിയ സൗകര്യങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുന്നതും പരസ്പരം കൊല്ലുന്നതും ഒക്കെ. അമ്മ വല്ലാണ്ടങ്ങ് മാറിപ്പോയി. ഇനി 1-2 വട്ടം കൂടി പോയാ ശരിക്കും ഒരു സന്യാസിനിയാവും. എല്ലാം വേണോടാ. ജീവിതത്തിന്റെ എല്ലാ മുഖങ്ങളും നമ്മൾ കാണണ്ടേ? ചെറിയമ്മേ കണ്ടില്ലേ? ഉർവശി ഔട്ട് ഹൗസിലുണ്ട്. അവൾക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് തോന്നുന്നു. അയ്യോ, ഞാനിവിടെ മുറിയില് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞതാ. പക്ഷേ ചന്ദ്രശേഖരനും സാറയും കൂടി വന്നപ്പോ അവര് സമ്മതിച്ചില്ല. കരഞ്ഞോണ്ട് അങ്ങോട്ട് പോകുന്ന കണ്ടു. ചന്ദ്രശേഖരനോടും ആ സാറയോടും ഒന്ന് സംസാരിച്ചിട്ട് തനിച്ചവിടെ കിടത്തണ്ട. ഇവിടെ ഏതെങ്കിലും മുറി കിടത്താന്ന് പറയാം. നമുക്ക് നോക്കാലോ. പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം വേണ്ടമ്മേ. ഒരു ചെറിയ പനിയുടെ പേരിൽ മുത്തശ്ശി അവിടെ കൊണ്ടുപോയി ഇട്ടതാ. വെള്ളം പോലും കൊടുക്കാതെ വേദനിപ്പിച്ചു. ഇപ്പോ പെട്ടെന്നിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരന്റെ സമ്മാനമാ. അത് നമ്മളായിട്ട് പെട്ടെന്ന് തിരുത്തിക്കൂടാ. കുറച്ചൊന്ന് അനുഭവിക്കട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക്. നീ എന്താന്ന് വെച്ചാ ചെയ്യ. എല്ലാം പതുക്കെ പതുക്കെ മാറി വരുമമ്മേ. ചിലപ്പോ നമ്മുടെ നല്ല ജീവിതം കണ്ടിട്ടായിരിക്കും ഇനി നമ്മുടെ ശത്രുക്കൾക്ക് അസൂയ പെരുകുന്നത്. ഇപ്പൊ തലയുടെ ഭാരം കുറവുണ്ടോ ശ്യാമേ? അല്പം കുറഞ്ഞു, എന്നാലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എടുത്തേ.
എടുത്തേ. ഇഞ്ചക്ഷൻ ഉണ്ട്. ഇന്നലെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതല്ലേ ഈ ഡോക്ടറെ കാണാതെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ലെന്ന്. ഇന്നലെ എന്ത് മരുന്നാ നിങ്ങൾ ശ്യാമയ്ക്ക് കൊടുത്തത്? ഇന്ന് ശ്യാമ ഏത് നേരത്തെ ഉണർന്നതെന്ന് അറിയോ? ശ്യാമയ്ക്ക് എന്തൊരു പെയിൻ ആയിരുന്നോന്ന് അറിയോ? ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നേ? ഡോക്ടറോട് പറയൂ. അതിനല്ലേ ഞങ്ങൾ ഡോക്ടറെ ചോദിക്കുന്നത്. പോയി വിളിച്ചോണ്ട് വാ, അല്ലാതെ ശ്യാമയുടെ ദേഹത്ത് തൊട്ടു പോവരുത്. നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയാൻ നിൽക്കുന്നേ? അവരുടെ കാര്യം അവര് പറയട്ടെ. എങ്കിൽ ഞാൻ പറയാം. എനിക്ക് അസുഖമൊന്നുമില്ല. ഇന്നലത്തെ പോലെ ബലം പിടിച്ച് എന്നെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാ ഞങ്ങൾ ബഹളം ഉണ്ടാക്കും. ഈ സ്ഥാപനത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകളൊക്കെ ഞങ്ങൾ പുറത്തു പറയും. ചെന്ന് പറഞ്ഞോ നിങ്ങളുടെ ആളുകളോട്? ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. അതുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇവിടത്തെ അവസ്ഥ എന്തായാലും അസുഖമില്ലാത്തൊരു ചികിത്സയ്ക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ മുറിയിൽ നിന്ന് പുറത്തു പോ. ഈ ഇഞ്ചക്ഷൻ എടുക്കാതെ ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. സെക്യൂരിറ്റി, സെക്യൂരിറ്റി. ആരെ വിളിച്ചു വരുത്തിയിട്ടും പ്രയോജനമില്ല. ഇന്ന് നിങ്ങൾ ശ്യാമയുടെ ദേഹത്ത് തൊടില്ല. മോറി നിൽക്കാനല്ലേ പറഞ്ഞു? ശ്യാമ അങ്ങോട്ട് മാറുന്നേ. ഇതെന്താ, ഈ നാട്ടിലെ നീതി നിയമമൊന്നും ഇല്ലേ? ഇവരാരും നമ്മുടെ വിധി നിശ്ചയിക്കാൻ. എവിടെ നിങ്ങളുടെ ഡോക്ടർ? എനിക്ക് കാണണം അയാളെ. എനിക്ക് നിങ്ങളെ ഡോക്ടറെ കാണണം. എടുത്തേ.